നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസ് 5 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അടിച്ചത് മനഃപൂർവ്വമല്ലെന്നും പോലീസ് ഇടപെടാത്തതിനാലാണ് വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയതെന്നും ചോദ്യം ചെയ്യലിൽ സന്ദീപ് എസ്ഐയോട് പറഞ്ഞു. ഇന്നു മുതൽ 3 ദിവസമാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക. രാവിലെ 9:30 അഭിഭാഷകനൊപ്പമാണ് പ്രതികൾ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. സംഭവത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന അനിൽ കല്ലിയൂർ. ചെയ്തത് പോലീസ് മാനുവൽ ലംഘനമാണെന്നാണ് പറയുന്നത്. അതെല്ലാം കോടതി പറയുന്നു. ഇതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടോ? വേട്ടയാടപ്പെട്ടു, അതില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? 100%. 5 പേരെയും ഒറ്റയ്ക്കിരുത്തിയാണ് ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ. അന്വേഷണ വേളയിൽ നിരവധി കണ്ടെത്തലുകൾ ഉണ്ടായെങ്കിലും തെളിവുകളുടെ അഭാവം വെല്ലുവിളിയാണ്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് ചോദ്യം ചെയ്യലിലൂടെ SIT ലക്ഷ്യം വെക്കുന്നത്. മർദ്ദനത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും കണ്ടെത്തണം. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെയാണ് ചോദ്യം ചെയ്യൽ. അറസ്റ്റ് രേഖപ്പെടുത്തിയാലും 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 ആൾജാമ്യത്തിലും പ്രതികളെ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. SIT തലവൻ AP ഷൗക്കത്ത് അലിയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു കെ പൗലോസിന്റെയും നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.